എറണാകുളം ജില്ലയിൽ സിപിഐഎം മത്സരിക്കുന്ന 10 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി. ഏറെ ചർച്ചകൾക്കിടെയായ തൃപ്പൂണിത്തുറയിൽ സിഎം ദിനേശ് മണി സ്ഥാനാർത്ഥിയാകും. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. എറണാകുളം ജില്ലയിൽ സിപിഎം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നേരിട്ടെത്തി. 3 തവണ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതിരുന്ന തൃപ്പൂണിത്തുറയിൽ സിഎം ദിനേശ് മണിയെ സ്ഥാനാർത്ഥിയായി പാർട്ടി സെക്രട്ടറി നിർദ്ദേശിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സിഎം ദിനേശ് മണിയുടെ പേര് പിന്തുണയ്ക്കുകയും ചെയ്തു. തർക്കം നിലനിന്നിരുന്ന കളമശ്ശേരിയിൽ എം യൂസഫിനെയും തൃക്കാക്കരയിൽ സെബാസ്റ്റ്യൻ പോളിനെയും സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. ഇതോടെ എറണാകുളം ജില്ലയിൽ സിപിഎം മത്സരിക്കുന്ന 10 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി. തൃപ്പൂണിത്തുറയിൽ പി രാജീവിനെ മത്സരിപ്പിക്കാതിരുന്നത് ആദ്യ തവണ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടാണെന്നും ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ മത്സരിക്കാനും അനുയോജ്യനാണ് പി രാജീവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പി രാജീവന്റെ പേര് എറണാകുളം ജില്ലയിലെ 14 മണ്ഡലത്തിലും ഉയർന്നു വരാൻ ഇടയുള്ളൊരു പേരാണ്. കാരണം ഈ ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് പി രാജീവൻ. പി രാജീവൻ ഈ കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി ആയതാണ്. അപ്പോൾ അങ്ങനെ ജില്ലാ സെക്രട്ടറിമാരായ മറ്റുള്ള ആൾക്കും തന്നെ ഞങ്ങളിപ്പം സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കുന്നതിന് കാരണം ഈ ജില്ലയിലെ 14 മണ്ഡലങ്ങളുണ്ട്. ആ 14 മണ്ഡലങ്ങൾക്കും നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കേണ്ടുന്നൊരു ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അത് ഇലക്ഷന് പ്രതികൂലമായി ബാധിക്കും. വൈപ്പിൻ എസ് ശർമ്മ, ആലുവ വി സലീം, പിറവം എം ജെ ജേക്കബ്, കുന്നത്തുനാട് അഡ്വക്കേറ്റ് ഷിജി ശിവജി, എറണാകുളം എം അനിൽകുമാർ, കൊച്ചി കെ ജെ മാക്സി, പെരുമ്പാവൂർ സാജു പോൾ എന്നിവരാണ് മറ്റു സ്ഥാനാർത്ഥികൾ. 26-ാം തീയതി ജില്ലയിലെ സ്ഥാനാർത്ഥികളെ സിപിഎം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.